അയ്യോ കാശ് എന്നെ കൊണ്ട് വല്ല ആവശ്യം കാണുമായിരിക്കും. ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. എടാ സുഗുണ ഉണ്ടെങ്കിൽ ഒരു 100 രൂപ താടാ. ഓ എന്തോന്ന് 100 രൂപ അത്യാവശ്യമാ. പിന്നെ 100 രൂപ ഇവിടെ 5 പൈസയിലായിരിക്കും 100 രൂപയ്ക്ക് വന്നിരിക്കണം. ആകെപ്പാടെ എന്റെ ഉണ്ടായിരുന്ന രൂപയാണ്. ഞാൻ നിന്റെ കാല് പിടിക്കാം. കുട്ടികൾക്ക് വേണ്ടിയാ, കുട്ടികൾക്ക് ഐസ്ക്രീം കഴിക്കാൻ. ഏത് കുട്ടികൾക്ക്? ഓ ഒന്നും അറിഞ്ഞുകൂടാത്തത് പോലെ, കൊച്ചു കുട്ടികളെ പോലെ. പലിശ സഹകരണം ഞാൻ തിരിച്ചു തരുന്നുണ്ട്, സമാധാനപ്പെട്. സഹകരിക്കടാ മോനെ സുഗുണ, സഹകരിക്കേ. ഓ ഐസ്ക്രീം എന്ന് കേട്ടപ്പോഴേ ആ കുച്ചക്കർക്ക് എങ്ങോട്ടോ പോയി. മായ പോലെ എങ്ങോട്ട് പോയെന്നറിയില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വരുവായിരുന്നല്ലോ. ഞങ്ങൾക്ക് കടയിൽ പോണായിരുന്നു അമ്മാവ. ഞാനിതിനെ പിന്നെ വീട്ടിലെ ഫ്രിഡ്ജ് കൊണ്ടുവെക്കാം കേട്ടോ. പിന്നെ ഫ്രിഡ്ജില് ഇങ്ങോട്ട് തരണോ അമ്മാവ? അയ്യോ ഞാൻ വിളിച്ചോളാം. അമ്മാവന് ഞങ്ങളോട് എത്രയും സ്നേഹം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അമ്മാവോ. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? നമ്മൾ 3 പേരും ഒറ്റപ്പെട്ടവരാ. ഒറ്റപ്പെട്ടവർക്ക് ഒറ്റപ്പെട്ടവരേ ഉള്ളൂ താങ്ങും തണലും. ഒരു കാര്യം അമ്മാവനോട് പറയാനുണ്ടായിരുന്നു. ഓ അല്ലെങ്കിൽ വേണ്ട. പറയൂ കുട്ടി. ഓ എനിക്ക് മനസ്സിലായി. വേണ്ട ലതാകുമാരി, അമ്മാവനത് പ്രയാസമാവും. എന്താന്ന് വെച്ചാ പറയൂ കുട്ടി. ഓ വേണ്ട അമ്മാവ, ഇപ്പൊ തന്നെ നമുക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുന്നു. അതെ, അതിനിടയിൽ വേണ്ട. ജിലേബി, ലഡ്ഡു, കേക്ക് ഇതൊക്കെ കഴിക്കാൻ ആഗ്രഹം കാണുമല്ലേ? വാങ്ങിത്തരും. ഞാൻ വാങ്ങിത്തരും. ഞാൻ തോന്നുന്നു അല്ല അമ്മാവ. വേണ്ട സൗഭാഗ്യം. പറയൂ കുട്ടി. ഒറ്റപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് മനുഷ്യ ജന്മം തന്ന് നമ്മളെ ഭഗവാൻ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. എന്നാ പറയാം, ഒരു ടേപ്പ് റിക്കാർഡ്. എന്താ? അടുക്കളയില് ജോലി ചെയ്യുമ്പോ പാട്ട് കേൾക്കാനായിട്ട് ഒരു ടേപ്പ് റിക്കാർഡർ. ടേപ്പോ? ഞാൻ പറഞ്ഞില്ലേ അമ്മാവന്റെ കാശ് കാണില്ലാന്ന്. കാശില്ലെന്നോ? എന്റെ കയ്യിലോ? ദേ ഈ വേഷമൊന്നും നോക്കണ്ട, ഇഷ്ടം പോലെ കാശാ എന്റെ കയ്യിലും. പൂത്ത കാശ്. അപ്പൊ നിങ്ങൾക്ക് ടേപ്പ് റിക്കാർഡ് വേണം? ശരിയാക്കി തരാം, ഞാൻ ശരിയാക്കി തരാം. ശരി അമ്മാവ. അയ്യോ പാവം, കഷ്ടം. അയ്യാ ഇതിനാണ് കഷ്ടം. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് എന്തെല്ലാം അനുഭവിക്കാൻ കിടക്കണെങ്കിൽ നമുക്ക് പോവാം. വാ സൗഭാഗ്യം. ഓടിക്കേ ഓടിക്കേ. ഒരു ടേപ്പ് റെക്കോർഡറിന് എത്ര രൂപ കൂടെ? പല വിലകളുണ്ടമ്മ. എന്ത്? എന്നാലും ഒരു 100, 150, 200 രൂപയ്ക്കകത്ത്. എങ്ങനെ? 200 രൂപയ്ക്ക് ടേപ്പാ? ഫാസ്റ്റ് മിനിമം 2000 രൂപയെങ്കിലും ആവും അമ്മാവ. മൈ ഗോഡ്, 2000 രൂപയോ? ഓ അത് പോട്ട്. സംഗതി എന്ത്? പെട്ടെന്ന് ടേപ്പ് കേൾക്കാൻ അമ്മാവന് ബോധ്യായതെന്ത്? അത് എടാ ഓടിക്കേ. ഓ ചുമ്മാടന്ന് പരമാത കാര്യം പറ. അത് നീ വിചാരിച്ച 2000 രൂപ കിട്ടുമോ? എങ്ങനെ? അല്ലെങ്കിൽ വേണ്ട, ഒരു ടേപ്പ് കിട്ടുമോ? അമ്മാവ പ്രശ്നം എന്താണെന്ന് വെച്ചാ പറ. പ്രശ്നം അതൊരു അഭിമാന പ്രശ്നമാ. ഒരു 2000 രൂപ തരുവോ? എത്ര വേണമെങ്കിലും പലിശ തരാം. കൃത്യമായിട്ട് തരുവോ? അതെന്തൊരു ചോദ്യം ഇവിടെ. ദേ നോക്ക്, ലോകത്ത് ഏറ്റവും വിലയുള്ളത് സ്വർണവും രത്നമൊന്നും അല്ല, പിന്നെന്തുവാ? വാക്ക്. വാക്ക് ഏറ്റവും വില കൂടിയത് വാക്കാണെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഞാൻ വാക്ക് മാറില്ല. വാക്ക് മാറിയ വായിലെ പല്ലും മാറേണ്ടി വരും. 5% ആയിരിക്കും പലിശ. തരാം, 5% തരാം. കരയരുത്, എന്നെ കൂടെ കരയിക്കരുത് പ്ലീസ്. കുട്ടികളെ അരുത്, കരയരുതെന്നാ ഞാൻ പറയുന്നത്. കണ്ണിന് മനസ്സിന് ശുദ്ധമാക്കണം. ഞാൻ
ഇനിയും കരയും. മനസ്സിലായി. ലോകത്ത് ഞാൻ ഒറ്റയ്ക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. അതെ, നമ്മൾ ആരും ഒറ്റപ്പെട്ടവരല്ല. വരുന്നതും പോകുന്നതും പോലും ഒറ്റയ്ക്കല്ല. ഭൂമിയിലേക്ക് വരുമ്പോൾ ചിരിയും കളിയുമായി വരവേൽക്കും. മടക്കയാത്ര കണ്ണീരോടെയും കഥനത്തോടെയും. എന്നുവെച്ചാ നമ്മളെ ആരെങ്കിലും ഒക്കെ എപ്പോഴും ശ്രദ്ധിച്ചിടുന്നു. അല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല. ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്കല്ലാത്ത അമ്മാവൻ. ഒറ്റയ്ക്കല്ലാത്ത അമ്മാവൻ. ഒരു കാര്യം പറഞ്ഞ അല്ലെങ്കിൽ വേണ്ട. അത് തന്നെ, വിളമ്പണ അറിയണില്ലെങ്കിലും ഉണ്ണണോ അറിയണമല്ലോ. കാര്യം പറയൂ കുട്ടികളെ, പ്ലീസ് കാര്യം പറയൂ. ഒരു ചെറിയ ടെലിവിഷൻ കൂടി കിട്ടിയിരുന്നെങ്കിൽ ജോലി ചെയ്യുമ്പോ സീരിയല് കണ്ട് കണ്ട് ജോലി ചെയ്യാമായിരുന്നു. അത് തന്നെ, ഒരു ചെറിയ ടെലിവിഷൻ. അല്ല, അമ്മാവന് ബുദ്ധിമുട്ടായല്ലേ? ഓ, അങ്ങുള്ള ഓട്ടം വല്ലാത്തൊരു മെനക്കേട് തന്നെയാ. താമസം ഒരിടത്ത് തന്നെ ആക്കുന്നതാ നല്ലത്. ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ. ആ, ഇതിനെയാണ് ചോറ് എല്ലിന്റെ ഇടയിൽ കയറണം എന്ന് പറയണത്. 2 വീട് കിട്ടിയപ്പോ ഒന്ന് മതിയെന്ന്. അല്ല, പിന്നെ കൊഴുപ്പ്. ഒന്ന് താമസിക്കാൻ എടുത്തിട്ട് മറ്റേത് ഞങ്ങൾക്ക് വിട്ടു തന്നാ മതി എന്നാ ഉദ്ദേശിച്ചത്. ആ, അത് ശരി. പോ. അമ്മാവ, പലിശ എവിടെ? കളിക്കാതെ പലിശ കാശ് എടുത്തേ. നാറ്റിക്കരുത് ഓടിക്കേ, നാറ്റിക്കരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. ടേപ്പും കോട്ടും സൂട്ടും എല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് നാറ്റിക്കരുതെന്നാ. ഞാൻ നാറ്റിക്കും. പൈസ തന്നെ. പൈസ തരാം ഇങ്ങോട്ട്. പൈസ തന്നില്ലെങ്കിൽ ഞാൻ നാട്ടിലുള്ള കാര്യം ഞാൻ പറയാം. എന്താണെന്നാ ഈ അമ്മാവൻ കാശ് വാങ്ങി ജഗനേ, കാശ് വേണോ? പിന്നെ നിനക്ക് കാശ് തരാൻ വേണ്ടിട്ട് ഞാൻ വീട്ടിൽ നോട്ട് അച്ചടിച്ച് വെച്ചേക്കാ. കാശ് കൊടുക്കുമ്പോ അധ്വാനിക്കണോടാ. അതല്ലെന്ന്. ഏതല്ലെന്ന്? എന്റേത് ടേപ്പ് എടാ, ഭയങ്കര മഹാഭാവി. എന്റെ ടേപ്പ് വിറ്റ് നിനക്ക് കാശ് തരണോന്നല്ലേ? ചിലപ്പോഴേ നടക്കും. അത് കൊള്ളാല്ല. പാവ അമ്മാവനെ പീഡിപ്പിച്ച് കാശ് ചോദിക്കണം. മണ്ടക്കിട്ട് തന്നാലുണ്ടല്ലോ. ഒറ്റപ്പെട്ടവനാണെന്ന് കരുതി എന്ത് തോന്നിയാസം കാണിക്കാന്ന് വിചാരിക്കരുത്. അതല്ലെന്ന്. അമ്മ എന്റേത് കാശ് വാങ്ങുമ്പോ സ്റ്റോപ്പ് നിർത്തേ, സ്റ്റോപ്പ് നിർത്തേ, സ്റ്റോപ്പ് നിർത്തേ. മാഡം, മാഡത്തെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. എന്താ? ഞാനൊരു നാണക്കേടിന്റെ നടുക്ക. രക്ഷിക്കണം. എനിക്കൊരു 5000 രൂപ തന്ന് സഹായിക്കണം. എന്താ അമ്മാവ? എന്ന് വെച്ചാ ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ പരിഹാസ്യനാകുന്നത് സ്ത്രീകളുടെ മുന്നിൽ വെച്ച് അപമാനിതനാകുമ്പോഴാ. അല്ലേ? ശരിയല്ലേ മാഡം? അമ്മാവൻ കാര്യം പറയണം. അപകാശനായി. എന്നെ മനസ്സിലാക്കുന്ന കുട്ടികളുടെ മുന്നിൽ ഞാൻ അപകാശനായി. സഹായിക്കണം മാഡം, എന്നെ സഹായിക്കണം. കുറച്ച് രൂപ തരണം. ആ ഓടിക്കട കടം തീർക്കാൻ എന്നെ സഹായിക്കണം മാഡം. ദേ, നിങ്ങളെല്ലാരും കൂടെ ഓരോ വേഷം കെട്ടി നഗറിലെ ഭരണം പരിഹാസ്യമാക്കരുത്. നിങ്ങളെ ഭരണം ഏൽപ്പിച്ചപ്പോൾ എനിക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാ ഓരോ കോമാളികൾ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. കണ്ടോ, സതിയുടെ ഭരണം വന്നോടെ സ്ട്രീറ്റിൽ കാണുന്ന വെളിച്ചം കണ്ടോ? അതെ അതെ, കത്താത്ത വിളക്കുകളില്ല. മാഡം, മഞ്ഞ് വീഴ്ചയുണ്ട്. മഞ്ഞ് കൊള്ളണ്ട. ഐസിൽ കിളിർത്തത് മഞ്ഞത്ത് തണുക്കാനോ? നോക്കൂ, ഒരു ഭരണാധികാരി ഏറ്റവും സന്തോഷിക്കുന്ന എപ്പോഴാണെന്നറിയൂ? എപ്പോഴാ? ഭരിക്കപ്പെടുന്ന പ്രജകൾ സംതൃപ്തരാണെന്നറിയുമ്പോ. എന്റെ പ്രജകളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. സത്യപോലെ പ്രശ്നം, ഭയങ്കര പ്രശ്നം. എന്ത്? ആ സുഗണൻ വഴിവിളക്കല്ലായിരുന്നു തുടക്കിയ നമ്മളെ അപമാനിക്കാൻ. അതെ, നീയാണ് അപ്പുറത്തെ സ്ട്രീറ്റിലെ ലൈറ്റ് ഒക്കെ കണ്ണുകുട്ടി അടിച്ച് പൊട്ടിക്കോളെ. ഓ, ദീപാവലി പറഞ്ഞു കടയിൽ നല്ല പടക്കം കിട്ടും, വാങ്ങിച്ച് പൊട്ടിച്ചാ മതി. പൊട്ടിക്കാൻ നടക്കണ യോഗ്യന്മാർ. ഇങ്ങോട്ട് നോക്ക്, നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ഓ തന്നെ, അത് ശരി. എന്നാ പോയി കൊടുക്കണം. പെറ്റീഷൻ എഴുതാനുള്ള പേപ്പറും പേനൊക്കെ ഞാൻ തരാം. പെറ്റീഷൻ കൊടുക്കാൻ നടക്കണ യോഗ്യന്മാര്. കണ്ടേ, സ്നേഹനഗറിലെ കംപ്ലീറ്റ് അഴിമതികളും പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഞാനും കൊടുക്കും ഒരു കേസ്. നമുക്കിത് നയപരമായി നേരിടാം. അനി, എനിക്ക് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. അമ്മാവന് മണിക്കൂട്ടിനെ കൊണ്ട് മാറിയുന്നു. കാര്യം എന്ത്?
നോക്ക്, ഞാൻ നിന്റെ സ്വന്തം ചേച്ചിയല്ലേ? സ്വന്തം ചേച്ചിയെ? നിങ്ങള് സഹി ചേച്ചി. സ്വന്തം ചേച്ചി എനിക്ക് വേറെ ഉണ്ട്. അയ്യോ, നീ ലോജിക്ക് പറയാതെ നോക്ക്. നഗറിൽ ചില മെയിൻ്റനൻസ് കോൺട്രാക്ട് വരാൻ പോണു. ആ കോൺട്രാക്ട് ഞാൻ നിനക്ക് തന്നാലോ? സത്യമാണ്. സത്യമാണോടാ? ഇനി ചോദിക്കട്ടെ, ഈ നഗറിലെ പ്രശ്നങ്ങൾ അനിയൻ ചേച്ചിയോട് സഹകരിക്കില്ലേ? കൊള്ളാം. അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കണോ? എപ്പ സഹകരിച്ചെന്ന് ചോദിച്ചാ മതി. അയ്യോ എന്താ? അല്ല, ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഇറങ്ങി പൊട്ടിക്കാൻ വേറെ 1-2 പേരെ കൂലിക്ക് വെച്ചായിരുന്നു. ഞാൻ ഇപ്പൊ വരാം. എന്താ മാഡം അടി കൊടുത്തോ? എല്ലാം നയപരമായി തന്നെ പരിഹരിച്ച വന്നേ. ഇതൊക്കെ മഹാ മോശമല്ലേ ലീലാവതി? ട്യൂബിലൈറ്റ് എറിഞ്ഞു പൊട്ടിക്കുക. ആ സുഗുണനെ ഒന്ന് കാണട്ടെ. നാരേട്ടൻ ഇങ്ങനെ അങ്ങ് സാത്വികനാകരുത്. കരുത്തുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ലോകം ഇത്. നമ്മൾ അല്പം ഒന്ന് തല കുനിച്ചു കൊടുത്താ മതി, ചവിട്ടിക്കയറാൻ 100 കാലുകൾ വരും. ദേ, പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടില്ലേ, പത്തി എടുക്കുന്നതിന് മുമ്പ് തന്നെ കൊള്ളണം പാമ്പിന്റെ തലയ്ക്ക് തല്ല്. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞു, ദേ വീട്ടമ്മമാരായിട്ട് നിന്നപ്പോൾ ഉള്ള തമ്മിത്തല്ല് അത് നിങ്ങളെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. ഇതിപ്പോ വ്യക്തിവഴക്ക് പൊതുപ്രശ്നമാകുക. ആകണം, പൊതുപ്രശ്നം ആകണം. അപ്പോഴേ ജനങ്ങൾ അവളെ തിരിച്ചറിയൂ. ഏതോ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പ്രസംഗം കാണാതെ പഠിക്കാൻ വേണ്ടി രാവിലെ തന്നെ അപ്പുറത്തെത്തിയിട്ടുണ്ട്. അതെന്താ വീട്ടിൽ നിന്ന് പഠിച്ചാല്? പ്രസിഡന്റിനെ കാണാൻ വരുന്നവരറിയില്ലേ പ്രശ്നങ്ങൾ? ഇതിപ്പോ രഹസ്യമായിട്ട് പഠിക്കാലോ. എത്ര കാണാപ്പാഠം പഠിച്ചാലോ അവള് സതിയല്ലേ, എത്ര വരെ പോകും? ശാദ്വലമായ ഈ ഭൂപ്രദേശത്ത് നിൽക്കുമ്പോൾ എന്റെ മനസ്സ് കുളിരി കോരുന്നു. ശാദ്വലമായ ഈ ഗ്രാമപ്രദേശത്ത് നിൽക്കുമ്പോൾ എന്റെ മനസ്സ് കുളിരി കോരുന്നു. ശാദ്വലമായ ഈ ഗ്രാമപ്രദേശത്ത് നിൽക്കുമ്പോൾ എന്റെ മനസ്സ് കുളിരി കോരുന്നു. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറയണ കുഞ്ഞേ. അതെ മോളെ, ഇനി അത് മാറ്റി വെച്ചിട്ട് പറ. വരട്ടെ. എല്ലാം മറന്നു പോകുന്ന എല്ലാം എന്നെ കൊണ്ട് കാണാതെ പഠിച്ച് പറയാൻ പറ്റത്തില്ല. അയ്യയ്യേ, നമ്മൾ അങ്ങനെ നിരാശപ്പെടരുത്. മനസ്സുറപ്പിച്ച് നിർത്തണം. പറ്റും, എന്നെ കൊണ്ട് ഇതല്ല ഇതിനപ്പുറവും പറ്റുമെന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞുറപ്പിക്കണം. അതെ മാവാ, പറ്റും, എന്നെ കൊണ്ട് ഇത് പറ്റും. പറയാം. സന്ധ്യ മയങ്ങും നേരം, ഗ്രാമചന്ത പിരിയും നേരം. അല്ല ചേച്ചി, ശാന്തലമായ മാങ്ങാത്തൊലി പോ ഇവിടുന്ന്. അയ്യോ വേണ്ട, എനിക്ക് പ്രസംഗിക്കണ്ട. എന്റെ പൊന്നുമോളെ നോക്ക്, പ്രസംഗം ഒരു കലയാണ്. നീ നാളെ പ്രസംഗിക്കാൻ പോകുന്നത് ഗ്രാമപ്രദേശത്തേക്കാണ്. ഗ്രാമത്തിന്റെ നന്മകളെ കുറിച്ച് കൈനീട്ട് എന്തെങ്കിലും പ്രകീർത്തിച്ചേക്കണം. കൈന്നിടാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അമ്മാവാ. പറഞ്ഞു തരുന്ന കാണാപ്പാടം പറയാനേ പറ്റൂ. എല്ലാരും കൂടെ ചേച്ചി വെപ്രാളപ്പെടുത്തണ്ട. ചേച്ചി പഠിക്കട്ടെ, കാണാതെ പഠിക്കട്ടെ. ഈശ്വര, ശാന്തസുന്ദരമായ ഈ ഗ്രാമപ്രദേശത്ത് നിൽക്കുമ്പോൾ എന്റെ മനസ്സ് എന്ത് കോരുന്നു? കുളിര് കോരുന്നു. ശാന്തസുന്ദരമായ ഈ ഗ്രാമപ്രദേശത്ത് നിൽക്കുമ്പോൾ എന്റെ മനസ്സ് കുളിര് കോരുന്നു. ശരിയാ. ശാന്തസുന്ദരമായ ഈ ഗ്രാമപ്രദേശത്ത് നിൽക്കുമ്പോൾ എന്റെ മനസ്സ് കുളിര് കോരുന്നു. ശാന്തസുന്ദരമായ ശാദ്വല ഭൂമി നിൽക്കുമ്പോൾ എന്റെ മനസ്സ് കുളിര് കോരുന്നു. ശാന്തസുന്ദരമായ തീരത്ത് നിൽക്കുമ്പോൾ എന്റെ മനസ്സ് കുളിര് കോരുന്നു. ശാന്തസുന്ദരമായ ഈ ഗ്രാമപ്രദേശം നിൽക്കുമ്പോൾ നോക്കേ, ഞാൻ പറയാം, നോക്ക്. ശാന്തസുരഭിലമായ ഈ കുളിര് കോരുന്ന എവിടെ? ശാന്തല കഴിഞ്ഞ് കുളിര് കോരുന്ന, അത് മനസ്സിലായി പറയാം. ശാന്തസുന്ദരമായ ഈ രാജസദസ്സിൽ എന്റെ മനസ്സ് ശാന്തസുന്ദരമായ പേപ്പർ കൈമാറിയ ഉടനെ തെറ്റും. ചുമ്മാ കിടന്നോണ്ട് ഞാൻ വായിച്ചോളാം. പോ. ശാന്തസുന്ദരമായ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ എന്റെ മനസ്സ് കുളിര് കോരുന്നു. ശാന്തരസുന്ദരമായ ഈ ശാദ്വല ഭൂമിയിൽ നിൽക്കുമ്പോൾ ശാന്തലസുന്ദരമായ ഇതുവരെ ശാന്തസുന്ദരത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ലേ? അല്ലമ്മാവാ, പ്രശ്നം അതല്ല. നോക്കി വായിക്കുമ്പോ കുഴപ്പമില്ല, പക്ഷെ അടച്ചു വെച്ച് വായിക്കുമ്പോ കൈവിട്ട് പോവാ. അമ്മ ഈ പേപ്പർ പിടിച്ചോണേ, നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഒന്നേന്നേ. ശാന്തസമുദ്രമായ ഈ സന്നിധാനത്തിൽ, അയ്യോ തെറ്റി അമ്മാവാ, ഒന്നുകൂടെ നോക്കട്ടെ. ശാന്തസുരഭിലമായ ഈ സാധുര ഭൂമിയിൽ ഞാൻ നന്നാവും അമ്മാവ പറയണേക്കണം. ശാന്തസുരഭിലമായ ഈ ഗ്രാമപ്രദേശത്ത് നിൽക്കുമ്പോൾ ശാന്തസുരഭിലമായ ഈ ഗ്രാമപ്രദേശത്ത് നിൽക്കുമ്പോൾ എന്റെ മനസ്സ് കുളിര് കോരുന്നു.